പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും തിരുഹൃദയത്തിൻ്റെ ആ പ്രാർത്ഥനയിലെ ഓരോ പ്രാർത്ഥനകളുമാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതൊരു പ്രാർത്ഥനയാണ്, വേറൊരു ഗ്രീറ്റിങ്സ്, ഒരു ആശംസ മാത്രമല്ല, ഒരു പ്രാർത്ഥനയാണ്. പിന്നെ പരിശുദ്ധ അമ്മയുടെ ബലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും സമർപ്പിച്ചതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറിയതായിട്ടാണ് സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു സാക്ഷ്യം കാണുകയാണ്. വിശ്വാസത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ജ്വലനം നടക്കണം. ഈ സാക്ഷ്യം ഞാൻ ഇത് പ്ലേ ചെയ്യുന്ന നല്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നപ്പോൾ തന്നെ ഒരു വചനം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അത് വെളിപാട് 3:7 ഒരു വചനം ഇതാണ്: ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവനും, ആർക്കും തുറക്കാൻ കഴിയാത്ത വണ്ണം അടയ്ക്കുന്നവനുമായവൻ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു തരുന്നൊരു വചനമാണ്. ഒരു സഭയോട് കർത്താവിൻ്റെ ദൂതൻ അരുളി ചെയ്യുന്നൊരു വചനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ലോകം മുഴുവനും ഇനി ഒരിക്കലുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഒറ്റ വാക്കുകൊണ്ട് തുറക്കും. നമ്മളത് വിശ്വസിക്കണം. സാക്ഷ്യം കാണാം. എൻ്റെ പേര് നിഷ. ഞാൻ കർണാടകയിൽ ബെൽത്തങ്കടി എടവക ഗണ്ടിബാഗിലു വരുന്നത്. കല്യാണം കഴിഞ്ഞ് 6 കൊല്ലം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. 5.5 കൊല്ലം ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ലാസ്റ്റ് ഡോക്ടർ ഒരു ദിവസം പറഞ്ഞു, എനിക്കിനി കുട്ടികളുണ്ടാവില്ല. ഡോക്ടർ എന്നെ ചികിത്സിച്ച് മടുത്തു. എന്നിട്ട് ഡോക്ടർ തന്നെ അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ട് തീർച്ചയായും തീരുമാനം ഉണ്ടാക്കി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. യൂട്രസ് ഒരു 45 വയസ്സായവരുടെ ഒരു യൂട്രസ് പോലെയാണ് എൻ്റെ യൂട്രസ് എന്ന് പറഞ്ഞു. ഉറപ്പിച്ച് അങ്ങോട്ട് പറയുകയാണ്, ഇനി ഇല്ല എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, കുഞ്ഞിനെ ഇനി അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാറ സൈറ്റിൽ അഡോപ്ഷൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം വട്ടായിലച്ചൻ്റെ പ്രാർത്ഥനയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടു. കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ 6 മാസം എന്നും വട്ടായിലച്ചൻ്റെ പ്രാർത്ഥന രാത്രി 3:30 ഏറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വെളുപ്പിന് ഒരു ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് രണ്ടുപേരും കൂടെ അഭിഷേകാഗ്നി എന്ന ആ വചന ശുശ്രൂഷ ഇതത് കൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങളിന്ന് എല്ലാ സൺഡേയിലും ഉണ്ട്, മാത്രമല്ല യൂട്യൂബിലുണ്ട് അല്ലേ? അതെ, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇവർ യൂട്യൂബിലിരുന്ന് എല്ലാ ദിവസവും ഏർലി മോർണിംഗിൽ എഴുതിയിരുന്ന് വിശ്വാസത്തോടെ കരഞ്ഞങ്ങോട്ട് വചനം കേട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ വചനം കേട്ട് ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3 മാസമായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ഈശോ എനിക്കൊരു കുഞ്ഞിനെ തരുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ഇവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായെന്നറിയാവോ? കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു സ്വപ്നം
ഒരു കുട്ടിയുമായിട്ട് ഈശോ വന്ന് കുട്ടീനെ ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒരു സ്വപ്നം ഈ സഹോദരിക്ക് കർത്താവ്. ഞാൻ ചേട്ടയോട് രാവിലെ പറഞ്ഞു, എനിക്ക് കൊച്ചിനെ തരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പം ചേട്ടൻ പറഞ്ഞു, നീ ഇത് തന്നെ ഓർത്ത് കടന്നിട്ടാണ് നിനക്കിങ്ങനെ സ്വപ്നമൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു. ചേട്ടായി ആകെ മനസ്സ് മടുത്തിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന, ഒരു സൈഡ് ഭയങ്കര വയറുവേദന എന്ന് പറയുമ്പോൾ എല്ലാം ചേട്ടായി പറയും, നീ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നിനക്കിപ്പോൾ ഉള്ള ഹോർമോൺ ഗുളിക എല്ലാം കഴിച്ച് നിനക്ക് വേദന വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്ത് നമ്മൾ നിന്റെ ശരീരം കേടായിരിക്കാന്ന് ഒരു വേദന. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി കാണാൻ, ഡോക്ടറെ അടുത്ത് നിന്നപ്പോൾ ഞാൻ കൺസീവ് ആയേക്കുക. എനിക്ക് അറിയത്തേയില്ല ഞാൻ കൺസീവ് ആന്ന് പറഞ്ഞു. എന്താ സംഭവം? എന്താ കുഞ്ഞിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയില്ല അച്ഛാ കുഞ്ഞുണ്ടാവും എന്നുള്ളത്. ഈ സ്വപ്നം 5.5 വർഷം ട്രീറ്റ് ചെയ്തിട്ട് അടുത്ത അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും ഇനി മക്കളുണ്ടാവില്ല. 12 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് നടത്തിയെന്നാണ്. 12 ലക്ഷം രൂപ 12 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് ചെയ്തു ഞങ്ങൾ. 5.5 വർഷം കൊണ്ട് 12 ലക്ഷം ഉറുപ്പിയുടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങളിത് പ്രതീക്ഷിക്കേണ്ട, പൈസ കിടക്കണ്ട, ഒന്നും വേണ്ട, അഡോപ്റ്റ് ചെയ്തോളാം. അങ്ങനെ ഇവർ രണ്ടുപേരും അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച്, വേറെ ഒരു നിവൃത്തിയില്ലല്ലോ. അപ്പോഴാണ് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം യൂട്യൂബിൽ അഭിഷേകിനെ കാണും. അപ്പോൾ ഈ സാക്ഷ്യത്തിനൊക്കെ വിലയുണ്ടെന്ന് മനസ്സിലായോ? അപ്പോൾ ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് വിശ്വാസത്തിൻ്റെ ഒരു കൃപ അങ്ങോട്ട് നിവേശിപ്പിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവർ ഏർലി മോർണിംഗിൽ ഇരുന്ന് വിശ്വാസത്തോടെ വചനം കേട്ട് കൃപയുടെ വചനത്തിന് വരെ വരമേൽപ്പിച്ചു. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടു. പിന്നെ മാത്രമല്ല ഇവർക്കത് വിശ്വസിക്കണ്ടേ, ഈശോ ഒരു സ്വപ്നവും കാണിച്ചു കൊടുത്ത് ഒരു കുഞ്ഞിനെ കൊടുക്കണമല്ലേ. അപ്പോഴും ഇവർക്ക് പണ്ട് സാറ ചിരിച്ച മാതിരിയുള്ള സ്ഥിതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും, 2 മാസം കഴിഞ്ഞപ്പോൾ വയറ്റുവേദന നോക്കിയപ്പോൾ ദേ കൺസീവ്ഡ് ആയിരിക്കണം. പവർ. ആ കുട്ടിയുമായി വന്ന് അല്ലേ, ഇന്ന് കുട്ടിയുമായി വന്ന് ഇവിടെ സാക്ഷി. കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 5 വയസ്സായി. കുട്ടിയുമായിട്ട് വന്ന് ഇവർ നട്ടപ്പാടിയിൽ സെക്യൂർ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പൊ ഒരു വചനം കർത്താവ് തരുന്നുണ്ട്. അത് റോമാലേഖനത്തിലെ വചനം ഇതാണ്. അബ്രാഹത്തെയും സാറായിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ടൊരു വചനമാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുകയാണ് അല്ലേ. ആ ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം നേടിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവങ്ങൾ കുറെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം ദുർബലമായിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ പല ആൾക്കാർ വന്ന് പറയുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ പൂർത്തിയായി ഉടനെ പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കായി. പിന്നെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ അടുത്ത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ IVF-ൻ്റെ സഭ അനുവദിക്കാത്ത IVF-ൻ്റെ പിന്നാലെ പോകും. പിന്നെ ഇത് കുഞ്ഞുങ്ങളെ അഡപ്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കർത്താവിൻ്റെ ഒരു നേരിട്ട് തരാനുള്ള സംഗതി കർത്താവ് വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പോകരുത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞ് ഹല്ലേലൂയ. ചാടി എഴുന്നേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇന്നോളം ഉള്ള മുഴുവൻ വചനത്തിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുക. വട്ടാഴ്ച പറഞ്ഞ് ഓർക്കുന്നില്ലേ? അതങ്ങ് വചനം അങ്ങ് വിശ്വസിക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വചനം കേട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എടുത്ത് പറഞ്ഞില്ല, അഭിഷേകം കേട്ട് 3 മണിക്ക് എഴുതി കേട്ട് പ്രാർത്ഥിച്ചു. വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വരികയാണ് എന്ന് പറഞ്ഞതുപോലെ ബൈബിളിൽ സൃഷ്ടികർമ്മം മുതൽ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പുറപ്പാട് സംഭവത്തിലൊക്കെ എല്ലാം കർത്താവ് നടത്തിക്കൊണ്ട് അബ്രഹാം മുതൽ മൊത്തം. ഇനി പുതിയ മുതലേക്ക് വരുമ്പോൾ പത്രോസ് പൗലോസ് കാലഘട്ടം മുതൽ അല്ലേ പ്രാർത്ഥിക്കാം. കർത്താവ് വലിയൊരു കൃപയുടെ അഭിഷേകം കർത്താവ് തുറന്നു വരും. നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. കർത്താവേ, യേശയ്യ പ്രവചനം 43-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം. കർത്താവെ, സങ്കീർത്തന പുസ്തകത്തിൽ അവിടുന്ന് അവരെ വചനം അയച്ചു വിടുവിച്ചു എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഇപ്പോൾ ഇവരുടെ മേൽ അയക്കുന്നു. വടക്കിനോട് വിട്ടുകൊടുക്കാനും തെക്കിനോട് തടയരുതെന്ന് ആജ്ഞാപിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കൈയടിച്ച് ജോലി മേഖലകളെ സമർപ്പിക്കുന്നു, ബാധ്യതകളെ സമർപ്പിക്കുന്നു. ഒരു പുതിയ വഴി
മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഭവനമില്ലാത്തവർ പുതിയ വഴി യേശു തുറന്നിടുമേ. ഈശോ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഓ കർത്താവേ, പുതിയ പുതിയ വചനങ്ങൾ അവിടുന്ന് തരുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. നെഹെമ്യാ പ്രവചനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ വചനം ഇപ്പോൾ അയക്കുകയാണ്. വചനം അയച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് ചോദിച്ചു, മരുഭൂമിയിൽ 40 വർഷം നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ നയിച്ചില്ല, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങൾ ജീർണിച്ചോ, നിങ്ങളുടെ പാദങ്ങൾ വീങ്ങിയോ, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? പുതിയ നിയമത്തിൽ കർത്താവ് ചോദിച്ചു, നിങ്ങളെ ഒന്ന് പണമോ വടിയോ സഞ്ചിയോ ചെരുപ്പോ ഒന്നുമില്ലാതെ അയച്ചു. എന്നിട്ട് കർത്താവ് ചോദിക്കുക ശിഷ്യന്മാര്, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഓ കർത്താവേ, ഈ വചനത്തിന് ശക്തി ഇപ്പോൾ ഓരോ വ്യക്തികളും കുടുംബങ്ങൾ ആവശ്യിക്കട്ടെ. നിന്റെ വസ്ത്രം കീറുകില്ല, പാദരക്ഷ തേയുകില്ല, ചെങ്കടലോ നിന്നെ ഇനി തടയുകില്ല. Glory, fire. നിന്റെ വസ്ത്രം കീറുകില്ല, പാദരക്ഷ തേയുകില്ല, ചെങ്കടലോ നിന്നെ ഇനി തടയുകില്ല. നന്നായി കൈയടിച്ച്. മറ്റാർക്കും അടയ്ക്കുവാനാവാത്ത പുതുവഴി യേശുവിന്നു നിനക്കായി. വിശ്വാസത്തോടെ നന്നായി കൈയടിച്ച്. മറ്റാർക്കും അടയ്ക്കുവാനാവാത്ത പുതുവഴി യേശുവിന്നു നിനക്കായി. കൈകൾ ഉയർത്തി കൈയടിച്ച്. യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, യേശുവേ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല 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 ഹല. ഈശോയെ ആരാധന ആരാധന ആരാധന. പോരാ പോരാ പോരാ, സ്വരം ഉയരട്ടെ. അതിനെ നന്നായിട്ട് തുറന്ന് വിളിക്കുന്നു, കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. പ്രിയപ്പെട്ട മകനെ മകളെ, ആകാശത്തിന് കീഴെ മനുഷ്യർ രക്ഷിക്കുമെന്ന് നൽകപ്പെട്ട ഏക നാമമാണ് ഈശോ എന്ന നാമം, യേശു എന്ന നാമം. നിയമാവർത്തന പുസ്തകത്തിലെ വചനം, നീ യേശുവിന്റെ നാമം കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ മറ്റെല്ലാവരും ഭയപ്പെടും, പിശാച് ഭയപ്പെടും, തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സമസ്ത എതിർ സ്വാധീനങ്ങൾ വിട്ടുമാറി പോകും. ഓ കർത്താവേ, യേശു എന്ന നാമത്തിലാണല്ലോ സകലം തുറക്കപ്പെടുന്നത്. യേശു എന്ന നാമത്തെ വിളിക്കുമ്പോഴാണല്ലോ കർത്താവേ അമ്പസ്വരമാർ, കർത്താവേ ആ കാരാഗ്രഹത്തിൽ കിടന്ന് യേശുവിന്റെ നാമത്തിൽ നിലവിളിച്ചപ്പോഴാണല്ലോ കല്ലറകളെ പിളർക്കുന്ന പടവറകളെ കുലുക്കുന്ന അത്ഭുത ശക്തി വ്യാപരിച്ചത്. ഓ കർത്താവേ, വിദൂര ദേശങ്ങളിൽ ഇരുന്ന് ഒരേ സമയത്ത് കർത്താവേ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അടിയിരിക്കുന്ന വാതിൽ യേശു നാമത്തിൽ തുറക്കപ്പെടുന്ന കർത്താവേ, ഇല്ലായ്മ സൃഷ്ടിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വചനത്തെ ശരണപ്പെട്ടുകൊണ്ട് കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ ഭവനം ഉണ്ടാകട്ടെ. ഹല 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 ഹല. മക്കളില്ലാത്തവരുടെ ശരീരത്തിലേക്ക് 127 സങ്കീർത്തനത്തിന്റെ വചനം വഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മക്കൾ ജനിച്ച തകവുന്ന ശരീരം രൂപാന്തരപ്പെടട്ടെന്ന് ആശീർവദിക്കുന്നു. ഹല 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 ഹല. നാളുകളായി ജോലിയില്ല, നാളുകളെ സാമ്പത്തികത്തിൽ ഉയർച്ചയില്ല, കർത്താവ് വർഷങ്ങളെ തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ ലേബർ 26:13 വചനപ്രകാരം കെട്ടഴിഞ്ഞ് മുട്ടുകൾ ഭാവിക്കട്ടെ. ഹല 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 ഹല. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയ്ക്ക് അനുഭവപ്പെട്ട് ഈ രോഗത്തിൽ രക്ഷപ്പെടുകയല്ല എന്ന് വിശ്വസിക്കുന്ന നിരാശയെ ബന്ധിക്കുന്നു. വിശ്വാസത്തിന്റെ ആത്മാവ് ആവരിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. യേശു ആരാധന 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 സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന യേശുവ ആരാധന. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിച്ച് വചനം നന്നായിട്ട് ഗ്രഹിക്കാൻ അമ്മയെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തിലൊക്കെ
നമ്മളും നമ്മുടെ കൂടെയുള്ളവരും ശക്തരാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ഇന്നിപ്പോൾ സ്കാനിങ്ങിലൂടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നാലും ആദ്യ കാലങ്ങളിൽ ഇത്രയൊന്നും മെഡിക്കൽ സയൻസ് പുരോഗമിക്കാത്തൊരു സാഹചര്യത്തിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും എല്ലാം ഓക്കെ ആണെന്നൊരു ഉറപ്പ് വരുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കുഞ്ഞിങ്ങനെ വളർന്ന് വരുമ്പോൾ എല്ലാ തരത്തിലും ഓക്കെ ആണെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ബുദ്ധിയുടെ കാര്യങ്ങളിൽ, സംസാരത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞ് നീന്താൻ തുടങ്ങുന്നു, നടക്കാൻ തുടങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ക്ലാരിറ്റി, സംസാരം ക്ലിയറാണോ എന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം കുഞ്ഞ് വളർന്ന് വരുമ്പോൾ ആ കുഞ്ഞിൽ വേണ്ടതെല്ലാം നിറയുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോഴും ദൈവവചനപ്രകാരം ഒരു ദൈവ പൈതൽ വളർന്നു വരുമ്പോൾ അവളുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും. ഒന്നാമതായിട്ട് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിലും നമ്മൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരിലും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു നിറവ്, ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ് ശക്തനാകുന്നുണ്ടെന്ന് നോക്കണം. അതിന് ഒന്നാമത്തേത് ജ്ഞാനം നിറഞ്ഞ് ശക്തനാകണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 40-ാം തിരുവചനം, Luke chapter 2 verse 40, ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞൊരു വചനം, ശിശു വളർന്നു വന്നു, എല്ലാ കാര്യത്തിലും ഓക്കെ ആയി, പിന്നെയോ ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തൊക്കെ നിറഞ്ഞ് നമ്മൾ ശക്തരാകണം? ഒന്ന്, ദൈവിക ജ്ഞാനം നിറഞ്ഞ് ശക്തനാകണം. വീണ്ടും 1-2 വചനങ്ങൾ പഠിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 52-ാമത്തെ തിരുവചനം, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ദൈവീകമായ ജ്ഞാനം കൊണ്ട് ആ കുഞ്ഞ് നിറയുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ വളർന്ന് വലിയ ആളായെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ കാര്യമില്ല. ബാറൂഖിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുക, ജ്ഞാനമില്ലാത്തത് കൊണ്ട് എല്ലാം തകർന്ന തരിപ്പണമായി. പ്രഭാഷകന്റെ പുസ്തകത്തെ പഠിപ്പിക്കുകയാണ്, ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഒരു വ്യക്തിയിൽ നോക്കേണ്ട ദൈവിക ജ്ഞാനം വളരുന്നുണ്ടെന്ന് നോക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും, അത് ഈശോയെക്കുറിച്ച് മാത്രമല്ല. അല്ല, ഇത് ഈശോയെക്കുറിച്ച് മാത്രമല്ല. തുറന്ന അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ പുതിയ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയ ഒരു ക്യാരക്ടർ, ഒരു ഗുണം ഇതുണ്ടോയെന്ന് നോക്കാനാണ് പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, Acts chapter 6 verse 3, അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിത് കണ്ടുപിടിക്കുവിൻ. ഹല്ലേലൂയാ. അപ്പൊ ജ്ഞാനം ഉണ്ടോന്ന് നോക്കണം. ജ്ഞാനം നിറയാനുള്ള പല മാർഗങ്ങളെ കുറിച്ച് മുൻ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനം നിറയും, വചനം പഠിക്കുമ്പോൾ ജ്ഞാനം നിറയും, വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ ജ്ഞാനം നിറയും, ജ്ഞാനിയെ കണ്ടുമുട്ടി പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനം നിറയാൻ പലവിധ മാർഗങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയാ. അത് നിറയാനുള്ള ഒരു പരിശ്രമം. അപ്പോൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ ദൈവഭക്തി പരിശീലിക്കുമ്പോൾ ജ്ഞാനമാണെന്ന്, കാരണം ദൈവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്നല്ലേ വചനം. ചിന്തിച്ചു നോക്കിയേ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഇനി അടുത്ത കാര്യത്തിന്റെ ആമുഖമാണ് ഇപ്പൊ അപ്പോസ്തലർ വായിച്ചു കേട്ടത്. അവരെ തിരഞ്ഞെടുക്കുമ്പോൾ സുസമ്മതരൊക്കെ ആയിരിക്കണം. പൊതുയോഗമൊക്കെ നോക്കുമ്പോൾ നല്ല ഇതൊക്കെയുള്ള തിരഞ്ഞെടുക്കും. പിന്നെ നോക്കേണ്ടത് എന്താ? ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവർ. രണ്ടാമത് ഒരു വ്യക്തിയും നിറഞ്ഞു കവിയേണ്ട സംഗതി ആത്മാവിന്റെ ഒരു പ്രവാഹം, ആത്മാവിന്റെ ഒരു ശക്തി കൊണ്ട് നിറയണം. ജ്ഞാനം നിറഞ്ഞ ശക്തനാകണം. അടുത്തത് ആത്മാവ് നിറഞ്ഞ ശക്തനാകണം. ലൂക്കായുടെ സുവിശേഷം തന്നെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനം ഈശോയെക്കുറിച്ചാണ്. യേശു ആത്മാവിന്റെ ശക്തിയോട് കൂടെ ഗലീലയ്ക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപരിച്ചു. അപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഈ കുട്ടിയിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ നമ്മളിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെന്ന് നോക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ എൻ്റെ സഹോദരങ്ങൾ ഈശോയെക്കുറിച്ച് മാത്രമല്ല, ലൂക്ക 1:80 പഠിക്കാം. ശിശു വളർന്നു. ആരെക്കുറിച്ചാണ്? സ്നാപയോനെ കുറിച്ചാണ്. ആത്മാവിൽ ശക്തിപ്പെട്ടു.
ഇസ്രായേലിനെ വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചും കൂടെ പറയപ്പെടുന്ന വചനമാണിത്. പരിശുദ്ധ അമ്മയുടെ കാര്യം ചിന്തിച്ചു നോക്കിയേ. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ജ്ഞാനത്തിൻ്റെ ഒരു അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആത്മാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയ. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നല്ലൊരു വചനമുണ്ട്. അതിതാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ഇതുപോലെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവനും എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, സുവിശേഷത്തിൽ പറഞ്ഞു നോക്കുന്നുണ്ട് അല്ലേ. കാറ്റ് അതിന് ഇഷ്ടമുള്ളത്തേക്ക് വീശുന്നു, അതുപോലെ ആത്മാവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റില്ല. ഇന്നലത്തെ പോലെ ഇന്നത്തെ പോലെ നാളത്തെ പോലെ മറ്റന്നാളും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഓരോരോ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുകൊണ്ട് നയിച്ചുകൊണ്ടിരിക്കണം. സുഭാഷിതങ്ങൾ 21:1 പഠിപ്പിക്കുകയാണ്, രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു. ഇന്നെന്താ വെച്ചാൽ ചില ആൾക്കാർ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വിധേയപ്പെടാൻ സ്റ്റിഫായിരിക്കുകയാണ്. അതുകൊണ്ട് സഭയിൽ ചിലപ്പോൾ വളർച്ച ഉണ്ടാവില്ല, കുടുംബത്തിൽ വളർച്ച ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും പുതിയതാണ്, ഓരോ പ്രഭാതത്തിനും പുതിയതാണ്. ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇത് ഈ ധ്യാനം പോലെ അടുത്ത ധ്യാനം പോലെ മറ്റേ ധ്യാനമോ. എവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം? കുടുംബ ജീവിതത്തിൽ ഏത് കുടുംബ ജീവിതത്തിനാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത് അവിടെ എപ്പോഴും പുതുമ വന്നുകൊണ്ടിരിക്കും, ആത്മാവിന്റെ പുതുമയുണ്ടായിക്കൊണ്ടിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മൂന്നാമത് എൻ്റെ സഹോദരങ്ങളെ, വചനം നിറഞ്ഞ ശക്തനാകണം. വചനം നിറഞ്ഞെന്ന് പറഞ്ഞ ശരിക്കും നിറഞ്ഞ ശക്തനാകണം. സക്കറിയ പ്രവചനത്തിലാണ് വചനം. സക്കറിയ പ്രവചനത്തിൽ 8:9 വചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇതിന്റെ ഒരു കൂട്ടുവചന പ്രഭാഷകന്റെ പുസ്തകത്തിലുണ്ട്, അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ വചനം കേട്ട് മൊട്ടിടുവിൻ. അപ്പൊ വചനം കേട്ട് വചനം പഠിച്ച് വചനം നിറഞ്ഞ് കരുത്താർജ് വരണം. ഞാൻ ഓർക്കാം, ചിലപ്പോൾ ചെടികളൊക്കെ കുഴിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഒരു എന്താണ് പറഞ്ഞത്, ചിലപ്പോൾ ചില ജീവികൾ കടിച്ച് നിൽക്കുന്ന ചെടികൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കുറച്ച് വളവോ കുറച്ച് ചാണകമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് അവിടെ കരുത്താർജിച്ച് കയറി വരുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് വചനം ശ്രവിക്കുന്ന വ്യക്തിയും വചനം ശ്രവിക്കാത്ത വ്യക്തിയും കരുത്തിൽ വ്യത്യാസമുണ്ട്. വളമിട്ട് കൊടുക്കുന്ന ചെടിയും വളമിടാത്ത ചെടിയും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ വചനം ഇട്ട് കൊടുക്കുന്ന കുഞ്ഞും വചനം ഇട്ട് കൊടുക്കാത്ത കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, എനിക്ക് കൃത്യം അറിയാം. വചനം കേട്ട് വളരുന്ന ആത്മാവ് വചനം കേൾക്കാത്ത ആൾക്കാർ തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കുമ്പോൾ എല്ലാം ഒരേ രൂപം അല്ല, നല്ല വ്യത്യാസമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, വചനം ഇല്ലെങ്കിൽ എന്നെ സംഭവിക്കുന്നറിയോ? അത് പ്രവാചകനാണെങ്കിൽ ആരാണെങ്കിലും ജെറമ്യാ പ്രവചനം 5:13 പഠിപ്പിക്കുകയാണ്, പ്രവാചകന്മാർ കാറ്റായി തീരും, എന്തെന്നാൽ ദൈവത്തിന്റെ വചനം അവരിലില്ല. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുകയല്ല. അതങ്ങനെ ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നവരിലൊരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ ഒരു നിറവ് വേണം. ആ വചനം പാലിക്കുന്ന ഒരു അപ്പം പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, വചനം പാലിക്കുമ്പോൾ ഒരു അമ്മ പറയുമ്പോൾ വ്യത്യാസമുണ്ട്, വചനം പാലിക്കുന്ന ഒരു ദൈവം സ്വീകരിച്ച ആള് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. വചനമില്ലെങ്കിൽ കാറ്റ് പോകുന്ന പോലെയാണ്, കാര്യമൊന്നുമില്ല. ഇനി വചനം ഉണ്ടെങ്കിലോ? ജെറമ്യാ 5:14 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവർ വിഴുങ്ങും എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വചനം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ജ്വലനോ അതിൻ്റെതായ കൃപയോ അതിൻ്റെ ഒരു അഭിഷേകം എല്ലാം വ്യാപരിക്കും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, 1 ജ്ഞാനം നിറഞ്ഞ ശക്തനാകണം, 2 ആത്മാവ് നിറഞ്ഞ ശക്തനാകണം, 3-ാമത്തേതാണ് എൻ്റെ പ്രിയപ്പെട്ട വചനം നിറഞ്ഞ ശക്തനാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു ഷോർട്ട് കട്ട്, ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഇത് 3 നിറയാൻ ഏറ്റവും എളുപ്പം മാർഗം നിങ്ങൾ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് കൊന്തയല്ലേ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ലുത്തിനായി നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം, ജ്ഞാനത്തിൻ്റെ സിംഹാസനം. ശരിക്കും പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്കും പഴയ നിയമത്തിലെ ജ്ഞാനം പുതിയ നിയമത്തിൽ ഈശോയാണ്. അത് വലിയ ദൈവശാസ്ത്ര വിഷയമാണ്, ഇപ്പോൾ പറയാൻ സമയമില്ല. പക്ഷേ ഈ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടം ആരാ? പരിശുദ്ധ അമ്മയാണ്.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇനി ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് ചേർത്ത് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയതാര പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ വചനം കേട്ടിരിക്കുന്ന ഒരാളുടെ ജീവിതം ചെതറിപ്പോയെന്ന് വിചാരിക്കുക, പാപത്തിൽ വീണ് ചെതറിപ്പോയെന്ന് വിചാരിക്കുക, തകർന്നു പോയി. ഈ ചെതറിപ്പോയ നിന്റെ ജീവിതത്തെ വീണ്ടും ഒരുമിച്ച് ചേർത്ത് അഭിഷേകം നിറക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ ഭൂമിയിൽ വചനം അതിന്റെ പൂർണ്ണതയിൽ പാലിച്ച ഏക വ്യക്തി ആരാ? പരിശുദ്ധ അമ്മയാണ്. യോഹന്നാൻ 15:7 അല്ലേ? യോഹന്നാൻ 14:23 വചനം അതിന്റെ പൂർണ്ണത പാലിച്ച ഏക വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഒരു ജപമാല ചൊല്ലിയിട്ട് ജ്ഞാനവും പരിശുദ്ധാത്മാവും വചനവും നിറയപ്പെടാൻ വേണ്ടി ഒരു കൊന്ത ചൊല്ലിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ജ്ഞാനം നിറയാൻ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി സ്തുതിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ബൈബിൾ വായിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവവേദലേ, അങ്ങനെ ഒരു കുറച്ച് ദിവസം ചെയ്താൽ പിന്നെ നീ ഇപ്പൊ കാണുന്ന നീ ആയിരിക്കല ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്നത്. Praise the Lord. Praise the Lord. നമ്മുടെ മക്കളൊക്കെ ഏത് നിലയിലെത്തുമെന്ന് അറിയാം. ഇത് ദൈവവചനമാണ്, വിശ്വസിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുവജനങ്ങളും കുട്ടികളും എല്ലാം തീക്ഷ്ണതയോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. മുതിർന്നവരെല്ലാവരും പ്രാർത്ഥിക്കണം. കേട്ട വചനത്തിൻ്റെ സമാപനത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് പരിശുദ്ധ നമ്മൾ പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. വചനം, ജ്ഞാനം, പരിശുദ്ധാത്മാവ് എല്ലാം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേകം നമ്മൾ ഈശോയോട് അപേക്ഷിക്കുകയാണ്. കർത്താവ് വലിയൊരു കൃപ ചോരും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോളമൻ ചോദിച്ചു, എനിക്ക് ജ്ഞാനം തരണം. ഉടനെ ജ്ഞാനത്തിൻ്റെ ഉറവ് പുറപ്പെട്ടു. ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാനം നൽകിയില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുള്ള വചനമാണ്. ചോദിക്കാനോ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് അങ്ങോട്ട് ചോദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, എനിക്ക് വചന കവാടം തുറന്നു തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ വചന കവാടം കർത്താവ് തുറന്നില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്നു പിടിച്ച് ഓരോരുത്തരും നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിൻ വചനത്താൽ നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിന്നാത്മാവാ നിറച്ചിടണേ. കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിനെ ഉറക്ക വിളിക്കുന്നു. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ.